മണ്ട്. ഓ പെരുമണ്ട് മണ്ട്. ഓ എന്നാലും എൻ്റെ ഡിസ്പ്ലേൻ്റെ എന്താ പറ്റിയെന്നറിയാം. ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. ഞാനാണെങ്കിൽ നല്ല സുഖമായിട്ട് മറ്റേ മൈൻക്രാഫ്റ്റ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ ലെറ്റ്സ് പ്ലേ സീരീസിന് വേണ്ടിയിട്ട് ഞാനൊന്ന് പ്രോ ആയിട്ടൊന്ന് കൊണ്ടുപോകാനായിട്ട് ഞാനൊന്ന് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ചൊന്ന് ഗ്രൈൻഡിങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. ആ സമയത്താണെങ്കിൽ പെട്ടെന്ന് ഞാൻ എൻ്റെ പഴയ വേൾഡൊക്കെ ഡിലീറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ എൻ്റെ സ്റ്റോറേജ് പെട്ടെന്ന് പോകുമെന്ന് വിചാരിച്ചുകൊണ്ട് എൻ്റെ ലെറ്റ്സ് പ്ലേൻ്റെ വേൾഡ് കൊണ്ട് ഡിലീറ്റ് ചെയ്തു. മണ്ട് വല്ലാത്തൊരു ഇതായിരുന്നു. അതുകൊണ്ട് ഗൈസ് പുതിയൊരു സീരീസ് തുടങ്ങുന്നു. ഇത് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സീരീസ് ആയിരിക്കും. ഈ സീരീസ് നമ്മൾ തീരാതെ ഒന്നും ചെയ്യില്ല നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സീരീസ് ആയിരിക്കും. സീരീസ് എപ്പിസോഡല്ല, സീരീസ്. ഒരു ഐലൻഡ് കണ്ടുപിടിച്ചു. കുഞ്ഞു ഐലൻഡ് ഒരു ഭയങ്കര കുഞ്ഞു ഐലൻഡ് ആയ കാരണം ഞാൻ ഈ ഒരു സീരീസിന് ഐലൻഡ് സർവൈവൽ എന്നും പേരിട്ടു. കുഞ്ഞു ഐലൻഡ് അല്ലടാ, ഇവിടെ ഇത്രയും സാധനങ്ങളുണ്ട്. മണ്ട എവിടെ ഒക്ടോബസ് അല്ല, അതിൻ്റെ ശരിക്കുള്ള പേരെന്ത് തോന്നുന്നു. ഗെയിമിൻ്റെ ആൾക്കാർ അതിന് ഒക്ടോബസിന് പകരം വേറെ എന്തൊക്കെ ഇട്ടേക്കണം. ഓക്കെ, ഇപ്പോൾ ഒരു കാര്യം ചെയ്യാം. ഇത് എയറിൽ നിൽക്കണമെന്ന് തോന്നുന്നുണ്ടോ ഗൈസ്? ഇത് എയറിൽ നിൽക്കണമെന്ന് തോന്നുന്നു, പക്ഷേ ഇത് എനിക്കങ്ങനെ തോന്നുന്നില്ല. കണ്ടോ? അയ്യോ, ക്രൗച്ച് ചെയ്ത് തന്നെ ബ്ലോക്ക് അവിടെ വയ്ക്കും. ആ ഇനി പോയിട്ട് ഫർണേസ് എന്തെങ്കിലും ഉണ്ടായിരുന്നല്ലോ. അല്ല, എനിക്കൊരു ചാർക്കോൾ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. അയ്യോ മണ്ടേ, ഈ സ്ഥലത്ത് താഴേക്ക് മുകളിൽ ഏതെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഫർണേസിനെ എടുക്കാൻ പറ്റില്ല. അല്ല മറ്റേ എന്തുടനെ മറ്റേ ഒരു സംഭവം. സോ ഗൈസ്, ലോകത്തിലെ ഏറ്റവും വലിയ പൊട്ട ഞാൻ തന്നെ. അതുകൊണ്ട് ഞാനത് പൊട്ടത്തരം കാണിച്ചു വെച്ചു. ഇനി ക്രൗച്ച് ചെയ്യുക, മുകളിലോട്ടൊക്കെ നിൽക്കുക. ഇനി ഏറ്റവും മുകളിൽ പെട്ടി വയ്ക്കുക, ക്രൗച്ച് ചെയ്യുക, മുകളിലോട്ടൊക്കെ നിൽക്കുക. ഇത്ര ഉള്ള കാര്യം. ഓക്കെ, ഇനി പെട്ടി തുറക്കാൻ പറ്റില്ലേ? ചാർക്കോൾ ഇല്ല. ഇപ്പോൾ നമുക്ക് ഒരെണ്ണം കൂടി വെട്ടിക്കൊണ്ടുവരാം. അയ്യോ, ഇതല്ല ഇതൊക്കെ പോടെ അങ്ങോട്ട്. യെസ് ഗോയ്സ്, അങ്ങനെ നമ്മൾ വുഡ് എടുത്തുള്ളതുകൊണ്ട് ഇനി നമുക്ക് ഫർണസിൻ്റെ ഉള്ളിലോട്ട് 2 വുഡ് വെച്ചിട്ട്, അല്ല ലോഗ് വെച്ചിട്ട് ഒറ്റൊരു വുഡ് എടുത്തിട്ട് ഒറ്റൊരു വുഡല്ല, വേറെ എല്ലാവരും സ്റ്റിക്ക് വെച്ചാൽ പോരെ. ഓക്കെ, അപ്പോൾ ഇത് വളരാനായിട്ട് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടോ എനിക്കറിയില്ല. പറഞ്ഞാലേ എനിക്ക് പോക്കറ്റ് എഡിഷൻ കിട്ടി മൈൻക്രാഫ്റ്റിൻ്റെ. തീർന്നോ? ഇത്ര ഉണ്ടോ കത്തി തീർന്നോ? ചാർക്കോൾ കിട്ടി കേട്ടോ. ഇനി ചാർക്കോളും കൊണ്ട് ഇവിടെ പെരുമണ്ടൻ. ഒരു മിനിറ്റ്, ഇപ്പം ഞാൻ വരാം. ഇപ്പം ശരി വരാം. ആ മരം വളർന്ന് ഇനി അവിടുന്ന് കൂട്ടെടുക്കാം. ഒയ് കേറ് സ്പീഡിൽ പോടേ. നേരെ പോയി നിൽക്കാം. ഇതല്ല ഇത്. അയ്യോ, അപ്പം ഇതിലേ കൊണ്ടിരിക്കണ്ടല്ലോ. ഇതെടുക്കുക. ക്യാമ്പ് ഫയർ ഉണ്ട്, കുറച്ച് സ്റ്റിക്ക് ഉണ്ടാക്കാം. ക്യാമ്പ് ഫയർ ഇപ്പോഴാണല്ലോ ആയത്. യെസ്, ക്യാമ്പ് ഫയർ. അയ്യോ, ഞാൻ ക്യാമ്പ് ഫയർ ഉണ്ടാക്കാനല്ല നോക്കിയത്. ഓ വീണ്ടും മണ്ടൻ. അയ്യോ, ഞാൻ ടോർച്ച് ഉണ്ടാക്കാനായിട്ട് നോക്കിയതായിരുന്നു. ക്യാമ്പ് ഫയർ എടുത്ത് വെച്ചേക്കണം മണ്ടൻ. അല്ല, അതവിടെ ഇരിക്കട്ടെ. 5 എണ്ണം കൊണ്ട് നമുക്ക് കത്തിക്കാം. ഓക്കെ, അപ്പം നമുക്ക് 5 എണ്ണം കൊണ്ട് കത്തിച്ചുണ്ട് നമുക്ക് താഴോട്ട് ടോർച്ച് ഉണ്ടാക്കാം. ടോർച്ച് രാത്രിയാകുമ്പോൾ ഏറ്റവും കൂടുതൽ ഇരുട്ടാവുന്നത് ഇവിടെ. അതവിടെ വെക്കണ്ട മറ്റേ നമുക്ക് ചാർക്കോൾ മാത്രമായിട്ട് കിട്ടുമോ? ചാർക്കോൾ മാത്രമായിട്ടാണ്
അയ്യോ ഗുയ്സ് ഞാനങ്ങനെ ഞാനപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരിടത്ത് ഞാനിവിടെ എവിടെയോ ഏകദേശം ഇവിടെ വരും ഏകദേശം ഇവിടെ വരും ഇവിടെ വരും അവിടെ ഞാൻ ക്യാമ്പ് ഫയർ വെച്ച് എൻ്റെ അടുത്ത് പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ചാർക്കോളായിട്ട് കിട്ടി. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞ സംഭവം. അപ്പോൾ ആ ചാർക്കോളായിട്ട് കിട്ടിയപ്പോൾ ഞാൻ ആ ചാർക്കോൾ ആദ്യം നമ്മൾ ഉണ്ടാക്കുന്നത് ഒറ്റ ചാർക്കോളും കൊണ്ടായിരിക്കും, പക്ഷേ നമുക്ക് തിരിച്ച് കിട്ടുന്നത് ഇഷ്ടംപോലെ ചാർക്കോളായിരിക്കും. അങ്ങനെ ഞാൻ ഉണ്ടാക്കി എനിക്ക് 4 കിട്ടി. ഉണ്ടാക്കിയെന്നല്ല ഒറ്റ ഇതിന് എനിക്ക് അത്രയും കിട്ടി. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടി ടോർച്ച് നോക്കുമ്പോൾ ഉണ്ടാക്കാൻ പറ്റും. ഉണ്ടാക്കാം. ഇത്ര ഉള്ളൂ എൻ്റെ അടുത്ത് ചാർക്കോൾ. അപ്പം ഏകദേശം 20 ടോർച്ച് കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും അവിടെ ആമ ഉണ്ട്. ആമ കണ്ട അയ്യോ സൂം ചെയ്യാൻ പറ്റില്ല. പിന്നെ ഏറ്റവും അറ്റത്ത് ഈ ഭാഗത്ത് ഇവിടെ ഏറ്റവും പുറകിലോട്ട് പോയിട്ട് ഏറ്റവും മുകളിൽ 2 എണ്ണം വേണം. 3 എണ്ണം 1 2 3 4 എണ്ണം വെച്ചു. ഒന്നും ചെയ്തില്ല. ഇനി ഇവിടെ ഏറ്റവും പുറകിൽ ഇവിടെ ഒരെണ്ണം ഏറ്റവും അറ്റത്ത് ഇവിടെ ഒരെണ്ണം. ഇത് താഴെ ബ്ലോക്കില്ലായിരുന്നെങ്കിൽ ഈ ഗ്രാവൽ താഴെ വീഴുമ്പോൾ അല്ല ഇതിന് മുകളിൽ വയ്ക്കുമ്പോൾ ഗ്രാവൽ താഴെ വീഴും. അപ്പം അങ്ങനെ ഗ്രാവൽ താഴെ വീഴുകയാണെങ്കിൽ എല്ലാം പോയി, അടുത്ത് പോകും. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മുടെ സോഴ്സസിലോട്ട് കൊടുക്കാം, ബിൽഡിലോട്ട്. ഒരു കാര്യം ചെയ്യാം, ഇതിലോട്ട് സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാം. ഇത് വേണ്ട, ഇത് വേണം, ഇത് വേണ്ട, സ്റ്റിക്ക് ഓടിരി തിന്നാനൊന്നും വേണ്ട, കാരണം ഇപ്പം പീസ്ഫുള്ളില്ല. ബിൽഡൊക്കെ കഴിഞ്ഞിട്ടേ ഞാൻ ഈസിയിലിട്ടിടുള്ളൂ. എപ്പോഴും ഞാൻ അങ്ങനെയാണ്. നീ ക്രൗച്ച് ചെയ്തിരുന്നിട്ട് സൈഡ് അയ്യോ അവിടെ അല്ല ക്രൗച്ച് ചെയ്തിട്ട് സൈഡ് വിട്ടി. ഇനി നമ്മുടെ അടുത്തൊന്നും ഇല്ല ഇനി. അപ്പം ഈ ഒരു പെട്ടീൻ്റെ ഉള്ളിൽ ഉണ്ട് ഈ ഭാഗം പൊളിക്കും. ഇപ്പം ആവശ്യമില്ല, നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പെട്ടി കയറ്റി വെക്കേണ്ട ആവശ്യമുള്ളപ്പോൾ നമുക്ക് റിസോഴ്സസ് കളക്ട് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് ഇതൂടെ വേണം, ഇഷ്ടംപോലെ നമുക്ക് വേണം. ഒരെണ്ണം ഇവിടെ വയ്ക്കാം. ഇവിടെ വയ്ക്കാൻ പറ്റില്ലേ? വെള്ളത്തിൻ്റെ കാര്യം പറ്റുള്ളൂ. ബെസ്റ്റ് ബെഡ്റോക്കിൻ്റെ ഒരു കാര്യം. നമുക്കപ്പോൾ റിസോഴ്സസ് കളക്ട് ചെയ്യാനായിട്ട് ഇതുവരെ എനിക്ക് നല്ലൊരു ഷീപ്പിനെ കിട്ടണല്ലോ കേട്ടോ. റിസോഴ്സസ് കളക്ട് ചെയ്യാം. കാർഡ് യു ഗോട്ട് ക്യാഷ് ആണോ ഇന്നത്തെ വീഡിയോ? കാർഡ് ഡീലർഷിപ്പ് അതിന് മെസ്സേജ് പറയണേ. എനിക്ക് ഡെയിലി റിവാർഡിൽ നിന്ന് പൈസ കിട്ടുന്നു. ഇന്ന് കിട്ടീന്ന്. അപ്പം അത് കളക്ട് ചെയ്യാൻ പോകാൻ എന്നോട്. ഞാനാണല്ലോ ഇപ്പം അത് കളിച്ചോണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആരൊക്കെയാണോ ആ ഗെയിം കളിക്കണത് എല്ലാവർക്കും ഉണ്ടാവും അങ്ങനത്തെ മെസ്സേജ് ഇതേ സമയത്തല്ല, ഞാനും അവരും ഒരേ സമയത്താണ് തുടങ്ങിയെങ്കിൽ സമയത്ത് തന്നെയായിരിക്കും. ഇവിടെ ഞാൻ തൊട്ടപ്പത്തേക്ക് ഇറങ്ങി വന്നു. ഇവിടെ എടുത്തിട്ട് നമുക്ക് ഇവിടെ വയ്ക്കാം. ഇവിടെ കുറച്ച് സ്റ്റിക്കിങ്ങെങ്കിലും കിട്ടും. അപ്പോൾ നമുക്ക് പോയിട്ടൊരു ഹൊയ് ഉണ്ടാക്കിയിട്ട് ഹോയ് ഉണ്ടാക്കിയിട്ട് പിന്നെ കുറച്ച് വുഡും നമുക്ക് ഈ ഹൊയ് എടുത്തിട്ട് എല്ലാം കൂടെ വെട്ടി മുറിച്ചെടുക്കാം. മുറിച്ചെടുക്കാം. എല്ലാം എടുക്കാം. അതിൻ്റെ പട്ടികളവർക്കും അറിയാനുള്ള എടാ ഉണ്ടായിരിക്കടാ. കുറേ ദിവസമായി വീഡിയോ എടുത്തിട്ട് സമാധാനമായി സൗണ്ട് ഇല്ലാത്ത അവിടെ വിചാരിച്ചപ്പോഴത്തേക്കും വീഡിയോ വെക്കും.
സൗണ്ട് നോക്കി എടാ മിണ്ടാർക്കടാ. ഒരു മിനിറ്റ് അല്ല പിന്നെ എൻ്റെ അടുത്ത എൻ്റെ കളി. ആ നിർത്തിയതുണ്ടോ? അതാണ് ഞാൻ അതെവിടെ ഇഷ്ടംപോലെ ചടുക്കണമല്ലോ. എടാ അത് എങ്ങനെടാ ഇത്രയും പെട്ടെന്ന് 10 മിനിറ്റ് ആയാ പുല്ല്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ വീടിൻ്റെ പ്ലാൻ നമ്മൾ തുടങ്ങുന്നത് ഞാൻ ഇവിടെ നിന്ന് 3 ബ്ലോക്കിലാണ് ചെയ്യാൻ പോകുന്നത്. പിന്നെ സപ്പോർട്ടാണ്, അവിടെ സപ്പോർട്ടാണ്. ഇവിടെ ബ്ലോക്ക് വെക്കണം, സപ്പോർട്ടാണ് കേട്ടോ ഗൈസ്. ഇവിടെ ബ്ലോക്കൊന്നും വയ്ക്കത്തില്ല, ഇവിടെ സപ്പോർട്ടാണ്. ഇവിടെ നടക്ക്. അയ്യോ അവിടെ അല്ല സപ്പോർട്ട്. വല്ല ഞാൻ വിചാരിക്കുന്നത് ഇവിടെയാണ് സപ്പോർട്ട് കൊടുക്കണം. സപ്പോർട്ടിന് വേണ്ടി ഇഷ്ടംപോലെ ബ്ലോക്ക് വേണ്ടി വരും. ശരിക്കും പറഞ്ഞാൽ തൂമ്പയും കൊണ്ടല്ല അത് ചെയ്യണ്ടേ, എന്താ ശവലം കൊണ്ടാണ്. പക്ഷെ ഞാനിപ്പോൾ തൂമ്പയും കൊണ്ട് ചെയ്യണമെന്നുള്ളൂ. ഇനി ഇവിടെ ഒരു സപ്പോർട്ട് വെച്ചിട്ട് സപ്പോർട്ട് ഇതിങ്ങനെയാണ് സപ്പോർട്ട് വെക്കണേ. ഇവിടെ സപ്പോർട്ട് ഇവിടെ ആ ഇവിടെ വേണം. ഇതിങ്ങനെ രാത്രി പറയാലോ. അവിടെ നിന്ന് ഇങ്ങോട്ട് ഞാൻ ബോർഡർ ഇപ്പോൾ വരയ്ക്കണതാണ്. നിങ്ങൾ വേണമെങ്കിൽ വേറെ ടൈപ്പ് പറഞ്ഞു. പിന്നെ എനിക്കൊരു ഐഡിയ ഉണ്ട്. പുറകിൽ കുറച്ചുകൂടി സ്ഥലമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കിവിടെ ഉണ്ടാക്കണം. ഒരു മിനിറ്റ്, താഴെ വെള്ളമാണ്. എത്ര ബ്ലോക്ക് താഴെ വെള്ളം നോക്കട്ടെ. നോക്കാം രസം. ഇപ്പോൾ നമ്മുടെ സാൻഡ് സ്റ്റോൺ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തന്നെയാണ്, ഇതിൻ്റെ തൊട്ട് താഴെയാണ് വെള്ളം. കാരണം സാൻഡ് സ്റ്റോണിന് മാത്രമേ എയറിൽ നിൽക്കാൻ പറ്റുള്ളൂ. ഗൈസിൻ്റെ ഗൈസ് ഇതൊക്കെ അപ്പോൾ ഞാൻ മുകളിലോട്ട് വയ്ക്കേണ്ട കോർഡിനേറ്റ് -2 ആണ്. 0 വെറും 0. ആദ്യമായിട്ട് എനിക്കിങ്ങനെ 0 പോലത്തെ ഇത് പറയണേ. അപ്പോൾ ഞാൻ മൈൻക്രാഫ്റ്റ് വേൾഡിൻ്റെ നടുക്കാണ്. വാവ് ബട്ട് പ്രത്യേക. അപ്പോൾ നമുക്കിവിടെ ബോർഡർ വരയ്ക്കൽ പണി ബാക്കി വയ്ക്കണ്ട, തുടങ്ങാം. ബ്ലോക്ക് തീർന്നു. ബ്ലോക്ക് ബ്ലാസ്റ്റർ അതന്നെ. ഞാൻ തൂമ്പയും കൊണ്ടാണ് ഞാൻ എപ്പോഴും ചെയ്യാറ്. എനിക്കതാ ഇഷ്ടം. തൂമ്പയെ കുറച്ചുകൂടി ഒരു നാടോടി. അയ്യോ ഇവിടെ അല്ല ഒരു നാടോടി കൊടുത്തൊരു ഫീല് തൂമ്പയ്ക്കാണ്. അവിടെ തന്നെ ആയിരുന്നു. ഇവിടെ സപ്പോർട്ടാണേ. സപ്പോർട്ട് കുറച്ച് നേരം നമ്മൾ വീടൊക്കെ നമ്മൾ പണിഞ്ഞ് കഴിയുമ്പോൾ സപ്പോർട്ടൊക്കെ മാറ്റുള്ളൂ. പണിഞ്ഞ് കഴിയുമ്പോൾ കാരണം ബോർഡറൊക്കെ വരയ്ക്കാൻ നേരത്തില്ലേ സപ്പോർട്ട് വന്നാൽ മാത്രമേ നമുക്ക് ശരിക്കും നല്ലൊരു ലുക്കായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിവിടെ അല്ല അതന്നെ അവിടെ അല്ല അവിടെ അതേടാ അവിടെ തന്നെ. അപ്പോൾ ഇതാണ് ഇവിടെ ബോർഡർ. ഇനി കുറച്ച് ബ്ലോക്ക് എടുത്തോണ്ട് വരാം. ഇവിടെ ഒന്നുമില്ല. തൊട്ടിനത് അവിടെ വെളിച്ചമുള്ളായിരുന്നു. കുറച്ച് ചളി വന്നുണ്ട്. ചളി ബോർഡർ വരയ്ക്കാനില്ല മതി. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ സപ്പോർട്ടാണേ. ഇവിടെ നിന്ന് ഇങ്ങനെ സപ്പോർട്ടല്ല, ബോർഡർ ഓടാ വെളിച്ചം ഫുള്ളും പോയതുണ്ടോ? കണ്ട, എനിക്ക് മെയിനായിട്ട് എവിടെയൊക്കെ വെളിച്ചം വേണ്ടതെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് കണ്ട മെയിൻ വെളിച്ചം വന്നേക്കണണ്ട. ഇനി ഞാൻ ടോർച്ച് എടുക്കണം. ടോർച്ച് എന്തെങ്കിലും ഉണ്ടല്ലോ, പിന്നെന്തിനാ? ഓക്കെ, മെയിൻ സപ്പോർട്ടർ ബോർഡർ നമ്മൾ വരച്ച് ചെയ്യുന്നുണ്ട്. അവിടെ ബോർഡർ ഇവിടെ ഉള്ളിൽ നമ്മൾ പൊട്ടിക്കണം. ഉള്ളിൽ പൊട്ടിച്ച് കഴിയുമ്പോൾ കാണിച്ചു തരാം. ബെസ്റ്റ് ടൈമിൽ എൻ്റെ ഹൊയ്യും പൊട്ടി.
നമുക്കപ്പോൾ പോയിട്ട് സ്റ്റോണിൻ്റെ ഷവലുണ്ടാക്കാം. എനിക്കപ്പോൾ 2 ഷവലുണ്ടാക്കാൻ പറ്റൂ കേട്ടോ. പക്ഷേ ഒരു കാര്യം, എൻ്റെ സ്റ്റിക്ക് തീർന്നു. ആസ് ഓഫ് ദ മിസ്റ്റേക്ക് ഞാൻ വീട് പണിഞ്ഞ് കഴിയണേക്ക് മുമ്പ് ബോർഡർ മാത്രമേ വരച്ചിട്ടുള്ളൂ. വീട് പണിഞ്ഞ് കഴിയണേക്ക് മുമ്പ് ഞങ്ങളുടെ ഹൈപ്പാത്ത് ഉണ്ടാക്കി കിട്ടും. ഹൈപ്പാത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലോട്ട് കടക്കാനായിട്ട്, വീട്ടിലോട്ട് പോകാനായിട്ടുള്ള മെയിൻ എൻട്രൻസ് ഇതാണ്. പിന്നീട് ഐലൻഡിലോട്ട് കിടക്കാനും ഈ ഒരു ഹൈപ്പാത്ത് തന്നെയാണ്. വീട്ടിലോട്ട് പോകാനും ഈ ഒരു ഹൈപ്പാത്ത് തന്നെയാണ്. ഞാൻ പകുതി വെച്ച് ഇങ്ങോട്ടാക്കിയത്. ഇതിങ്ങനെയാവോ? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് പക്ഷേ ഞാൻ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങോട്ടായി. കൊള്ളാലോ, ഞാൻ ഇപ്പോഴുള്ളവരാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്താ ഞാൻ ഇപ്പോൾ ഫുൾ ഇവിടെ വന്നേ മോൻ. എന്തുകൊണ്ടാണ് ഞാൻ ഈ ഹൈപ്പാത്ത് പകുതി വെച്ച് ഇങ്ങനെയൊക്കെ കേൾക്കണതെന്നാണ്. ഇവിടെ നിന്ന് ഞാൻ ആദ്യം ഇങ്ങനെ ട്രേയൊക്കെ മാറ്റിയിട്ട് എൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ കൊണ്ടുപോയിട്ട്, അല്ല ഈ സൈഡിൽ കൂടെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ 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 ഈ പെട്ടിയൊക്കെ ഇവിടുന്ന് മാറ്റും. അങ്ങനെ മാറ്റിയിട്ട് ഡയറക്റ്റ് ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ടുള്ള പ്ലാനായിരുന്നു എൻ്റേത്. പക്ഷേ അങ്ങനെ ചെയ്ത് നോക്കുകയാണെങ്കിൽ പൊട്ടത്തരാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗെയിമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ലോജിക്കാണ് സംഭവം. അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും മേലെ ആയിരിക്കും കളിയൊക്കെ. അപ്പം ഞാൻ എന്താ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വുഡിൻ്റെ ബ്ലോക്ക് കിട്ടുക. വുഡ് തീർന്നോ? നമുക്ക് സ്റ്റോൺ വയ്ക്കാം. ഇവിടെ ഗെയിം വിചാരിക്കണേക്കാളും കൂടുതലായിട്ടാണ് ഞാൻ വിചാരിച്ചത്. മണ്ടത്തരമായിപ്പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചതുപോലെ ഒന്നും നടന്നില്ല. ഇതിൽ കൂടെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഡയറക്റ്റ് അങ്ങോട്ട് എത്തുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ നമുക്ക് നമ്മുടെ ഐലൻഡിലോട്ട് മാത്രമേ ഇപ്പോൾ കയറാൻ പറ്റുള്ളൂ. മെയിൻ എൻട്രൻസിൽ കൂടെ മാത്രമേ കയറാൻ പാടുള്ളൂ. ഞാൻ പിന്നെ ഇവിടെ മതിലൊക്കെ കെട്ടാന്ന് വിചാരിച്ചാണ്. പക്ഷേ ഒരു കാര്യം, നമുക്ക് വീട്ടിലോട്ട് മാത്രമേ കയറാൻ പറ്റുള്ളൂ. നമ്മൾ മതിലിവിടെ പണിയാണെങ്കിൽ. ഇതാണ് സംഭവം. അപ്പോൾ പൊട്ടത്തരായ ഒരു മൈൻഡായിരുന്നു. എല്ലാവരും ക്ഷമിക്കുക, കാര്യമില്ല. ഇനി നമുക്കിവിടെ ഡോറ് വയ്ക്കാം. ഒന്നും നോക്കാനില്ല. ഇതാണ് നമ്മുടെ ഡോറ്. വീട് കുറച്ച് ഉള്ളിലോട്ട് കൂടി. പിന്നെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിന് കുറച്ചുകൂടി നല്ല സൈസ് ഉണ്ടാവും. ഇപ്പം നമ്മൾ അവിടെ വയ്ക്കുകയാണെങ്കിൽ ഞങ്ങളുടെ മൈൻഡ് മാറ്റിക്കോ. പക്ഷേ കാരണം ഞാൻ വിചാരിച്ച് ഇവിടെയാണ് കുറച്ചുകൂടി സൈസ് നീട്ടം. പക്ഷേ നീട്ടം മാത്രമല്ല, വീതിയും കുറവാണ്. നീട്ടം കുറവ്, വീതിയും കുറവ്. അവിടെ വീതി കുറവ് അല്ല, നീട്ടം നല്ലോണം ഉണ്ട്, വീതി കുറവാണെന്നുള്ളൂ. അതിന് കുഴപ്പമില്ല. കാരണം നമ്മൾ ഡിസൈൻ ചെയ്യാൻ ഞാൻ വിചാരിച്ചത് നീട്ടം കൂടുതൽ, പക്ഷെ വീതി കുറവ്. അപ്പം വീടിൻ്റെ ബോർഡറൊക്കെ അടിപൊളിയായിട്ടുണ്ട്. സെറ്റപ്പാണ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ടൊക്കെ നമ്മൾ ചെയ്തു. അപ്പം ഡോറെന്ന് പറയുമ്പോൾ ഞാൻ പറയാം ഞാൻ വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കുറച്ച് ബ്ലോക്ക് എടുക്കട്ടെ. ആദ്യം നമ്മൾ കുറച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെ ഞാൻ കുറച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന വേസ്റ്റ് കുറച്ചിങ്ങോട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് പിന്നെ നമ്മുടെ വീട് ഇവിടെ പണിയാണെന്ന് വിചാരിച്ചത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു റൂമില്ല ഇത് വേണ്ട. എന്തായാലും നമ്മുടെ വീഡിയോ ഒന്നും തീരാൻ സാധ്യമില്ല. കുറച്ച് ലോങ് വീഡിയോ ആയിരിക്കും. മൈൻക്രാഫ്റ്റ് ആയിരുന്ന തിങ്കിങ് ഭയങ്കര ഇതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് 3 ഹൈറ്റ് മുകളിലോട്ടാണ് നമ്മൾ പണിയുന്നത്. അപ്പോൾ നമുക്ക് മെയിൻ സൈഡ് മാത്രം ഇപ്പോൾ ബ്ലോക്കിങ് ചെയ്ത് പോകുന്നുണ്ട്. ഇവിടെ നമുക്ക് ഇതൊക്കെയാണ് ചളി വയ്ക്കാം. അപ്പം ഇതിൻ്റെ മുകളിലോട്ട് 1 2 3 ഓക്കേ. ഇനി നമുക്ക് ഇവിടെ നിന്ന് 1 2 3 അവിടെ ചളി വയ്ക്കാം. ഇവിടെ സപ്പോർട്ടാണ് ഗൈസ്.
പില്ലറാണിത്. എനിക്ക് 3 ആയിട്ടുണ്ട്. അടിയിലെ ചളി വെച്ചേക്കുന്നത് ഞാൻ സപ്പോർട്ടായിട്ടാണ്. സപ്പോർട്ടെന്ന് വെച്ചാൽ അങ്ങനത്തെ സപ്പോർട്ടല്ല, ഇവിടെ വീട് ഇടിഞ്ഞുള്ള സപ്പോർട്ടല്ല. പെട്ടെന്ന് മനസ്സിലാവാനായിട്ട് അവിടെ നിന്നാണ് നമ്മൾ അളക്കം തുടങ്ങുന്നത് ഇതിന് വേണ്ടിയിട്ട്. പിന്നെ ഇവിടെയും അങ്ങനെയാണ്. 1 2 3 പോയി. യു ആർ ഔട്ട് ഓഫ് ഡാറ്റ സ്റ്റോറേജ്. ബെസ്റ്റ് ടൈമിന് തന്നെ ഇത് പറയുന്നത്. ബെസ്റ്റ്. അയ്യോ. യു ആർ ഔട്ട് ഓഫ് ഡാറ്റ സ്റ്റോറേജ് സ്പേസ് ആൻഡ് ക്രാഫ്റ്റ് വേൾഡ് ബ്ലോക്ക് റേസി 3D is unable to save your program. Enable is unable. ഓക്കെ, എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കളിച്ച അത്ര വരെ നമ്മൾ അനേബിൾ ആക്കിയിട്ടുണ്ട്. ഗെയിം സേവ്ഡ് ആണ്, പക്ഷേ ഇനി ഡാറ്റ സ്റ്റോറേജ് ഇല്ല. നമ്മൾ സ്റ്റോറേജൊക്കെ നമ്മൾ അടിപൊളിയാക്കി സെറ്റാക്കി കൊണ്ടുവന്നാൽ മാത്രമാണ് നമുക്ക് വേണ്ടി കളിക്കാൻ പറ്റുള്ളൂ. കണ്ടോ, യു ഔട്ട് ഓഫ് ഡാറ്റ സ്റ്റോറേജ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വെച്ചാൽ വേണ്ടി ഇപ്പോൾ എല്ലാവർക്കും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണാം. ടാറ്റാ, ബൈ.